ഫോൺ ഇച്ചിരി പൊട്ടിപ്പോയി ഗൈസ്. ബോംബില്ലേ, ആണവ വികിരണമില്ലേ, മലമ്പാമ്പ് അതിരിക്കണേ ടോയ്ലറ്റ് ആണ് ഗൈസ്. ഇവിടെ ഇച്ചിരി ബുദ്ധിയുള്ളവർക്കൊക്കെ വന്നിട്ട കാര്യമുള്ളൂ. ഹലോ മൈ ഗൈസ്. അപ്പൊ രാവിലെ തന്നെ ഒരു പേശലൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുക. ഇവിടെ ഒരു നമ്മളെടുത്തായിരുന്ന റൂമുണ്ടല്ലോ ഇന്നലെ രാത്രി കാട്ട റൂം, ആ സെയിം റൂമിൽ തന്നെ ഇന്ന് അത് 2500 ആയിരുന്നു പറഞ്ഞത്. അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ വേറെ റൂം അന്വേഷിച്ചാലും ചുമ്മാ ഒരു ചേഞ്ച് ആയിക്കോളൂ എന്നൊക്കെ ഓർത്തു. പിന്നെ ബഡ്ജറ്റ് കുറച്ചുകൂടെ ടേക്ക് കെയർ ചെയ്യാലോ എന്നൊക്കെയുള്ള സെറ്റപ്പിൽ ഇച്ചിരി ചെറിയ റൂം ഏതെങ്കിലും കിട്ടുമെന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വന്നിട്ട് ഇവരുടെ ചോദിച്ചു 1500 ഞങ്ങൾ നാളെ രാവിലെ 6 മണിക്ക് പൊക്കോളാം. അപ്പോൾ രാവിലെ 6 മണിയാകുമ്പോൾ ഞങ്ങൾ ഒഡീഷയ്ക്ക് ഇറങ്ങാന്നുള്ളതല്ലേ. അപ്പോൾ 6 മണിയാകുമ്പോൾ ഞങ്ങൾ പൊക്കോളാം എന്നുള്ള സെറ്റപ്പിലൊക്കെ അവരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു. 1500 എന്തായാലും തരാമെന്ന് പറഞ്ഞു. 1800 പറഞ്ഞു. അതുകൊണ്ട് ആയില്ല. ലാസ്റ്റ് 1900 ഡീല് ഫിക്സ് ചെയ്ത് ഈ റൂമിൽ വീണ്ടും ഇന്നോടെ സ്റ്റേ ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. ഞാൻ ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഈ TV-യുടെ അവിടെ ഒരു സ്ഥലം കണ്ടില്ല, അവിടെ ഞാൻ ഇന്നലെ ഫോൺ കുത്തിയിട്ടായിരുന്നു. ആ ഫോൺ അവിടെ കുത്തിയിട്ട് രാവിലെ ചോദിച്ചപ്പോൾ നിലത്തിയാടി ഫോൺ ബാക്കിച്ച് പൊട്ടിപ്പോയി. ഇതേണ്ട ഫോൺ ഇച്ചിരി പൊട്ടിപ്പോയി ഗൈസ്. അപ്പൊ വിശാഖപട്ടണത്തെ ഫസ്റ്റ് ഡേ ഞങ്ങൾ രാവിലെ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ ലഞ്ച് ഒരുമിച്ച് ബ്രഞ്ചാക്കി കഴിക്കാൻ വേണ്ടി 12 മണി പറയും. അപ്പൊ കഴിക്കാൻ പോണു. കഴിച്ചു കഴിഞ്ഞ് വിശപ്പൊക്കെ മാറി നേരെ അടുത്ത കാഴ്ചകളിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. അപ്പൊ ഫസ്റ്റ് ഫുഡ് അടിക്കാം ഗൈസ്. അപ്പൊ ഫുഡ് അടിക്കാൻ പോണ വഴി നമ്മൾ കണ്ടേ കേട്ടോ, RK ബീച്ചിന്റെ ഒരു ഓരത്തോടെയാണ് നമ്മൾ ഈ പോണത്. ഭയങ്കര ഷേലിട്ട് കാണാം ബീച്ച്, നല്ല വൃത്തിയുള്ള ബീച്ച്. നീലാകാശം നമ്മള് നീലാകാശം സിനിമയില്ലേ DQയുടെ, അതിനകത്ത് DQ ആ പാട്ടില് നടന്നു പോണ അതെ മാങ്ങയാണോ, അതെ ഉപ്പിലിട്ട മാങ്ങ തിന്നണ ആ സീനില്ലേ, ആ സീൻ എടുത്ത സ്ഥലം ദീ കാണാണ്. ഓ ദീ കാണു ഇതാണ് സബ്മറൈൻ അതിനകത്ത് കാട്ടണേ. അമ്പോ എന്നെ ഹൈറ്റാലിത്. അപ്പുറമൊക്കെ മ്യൂസിയങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതെ എയർക്രാഫ്റ്റിന്റെ മ്യൂസിയം ആണ്. അതെ എയർക്രാഫ്റ്റ് മ്യൂസിയം ആണ് കാണുന്നത്. അപ്പൊ ആദ്യം എന്തായാലും ഫുഡ് അടിക്കാൻ പോവാന്നാണ് തീരുമാനിച്ചത്. നല്ലൊരു നിലവാരമുള്ള സ്ഥലം അല്ലേ, നല്ലൊരു ക്ലാസ് ആക്കി ഒരുക്കിയിട്ടിരിക്കുകയാണ് ഫുള്ള് കേട്ടോ. വലിയ തിമീങ്കല മാതിരി നമുക്ക് കാണാം, അങ്ങോട്ട് ഇറങ്ങി കാണാം. ഇപ്പൊ ഫസ്റ്റ് എന്തായാലും ഫുഡ് അടിച്ചിട്ട് വരാം ഗൈസ്. ഈ സൈഡിൽ ഇങ്ങനെ ബീച്ച്, അപ്പുറ സൈഡിൽ ഓരോ അപ്പാർട്ട്മെന്റ്സും കാര്യങ്ങളും അതുപോലെ ഷോപ്പൊക്കെ അടിപൊളിയായിട്ട് ഭയങ്കര പ്ലാൻഡ് ആയിട്ടാട്ടോ ഇവിടെ ഫുൾ അല്ലേ. ആ സൈഡ് ഇവിടെ ഒരു നിരയൊപ്പിച്ച് ഏകദേശം എല്ലാം ഒറ്റ ടോപ്പ്, നമ്മുടെ ബാഴ്സലോണയിലൊക്കെ കാണുന്ന ബിൽഡിങ്ങുകളിലെ ടോപ്പ് എല്ലാം ഒറ്റ ഹൈറ്റിലൊക്കെ ആയിട്ട് ആ ഒരു സെറ്റപ്പിലൊക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ തണലൊക്കെ ഉണ്ട് ബീച്ചാണേലും. ഇതൊക്കെ നട്ട് പിടിപ്പിച്ചേക്കണേയാണോ ഈ തെങ്ങൊക്കെ? കറക്റ്റ് നിരയൊപ്പിച്ചല്ല നട്ട് വെച്ചാണ്. നമ്മളിവിടെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത്, ഇവിടെ പാർക്കിങ്ങിന് സ്ഥലം കുറവാട്ടോ. ഇവിടെ ഒരു വെജ് ഹോട്ടലിലേക്ക് കയറുവാണ്, എന്തെങ്കിലും കഴിക്കാതെ. ഇവിടെ ഫ്ലൈറ്റൊക്കെ തൊട്ട് മുകളിൽ പോകും. ഇങ്ങനെ തൊട്ട് പേടിക്കട ഫ്ലൈറ്റ്, ഇവിടെ തൊട്ടടുത്ത് എയർപോർട്ടൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ കോലമൊക്കെ വരച്ചേക്കണം ഗൈസ്. നമ്മൾ ബ്രഞ്ച് കഴിക്കാൻ വന്ന മീൽസ് പറഞ്ഞേ, ഇത് മഞ്ഞച്ചോറ്, ഇതാണ് സംഭവം ഇവിടെ തന്നെ. ഇത് തന്നെ ഇടപാട്, ഇതന്നെ ശരിക്കും മീൻകറി 2 പറഞ്ഞിട്ടുണ്ട്. ഇത് ശീലാവ എന്നാണ് ഓർത്തത്, എന്താ ശീലാവതി എന്ന് ഇവിടെ പറയണത് ഇതിന്. അപ്പൊ ശീലാവ പോലത്തെ മീനായിരിക്കും എന്ന് ഓർത്തത്. ഇത് വേറെ എന്തോ സാധനം തോന്നുന്നു. റൈസ് ഇറന്നു, വൈറ്റ് റൈസ് ആണ്. നല്ല സൂപ്പർ ഊണായിരുന്നു കേട്ടോ, അടിപൊളി. നെയ്യൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറേ പിക്കിളും അതിനുള്ള സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ എന്നായിരുന്നു, പായസം ഉണ്ടായിരുന്നു, പരിപ്പ്, ഇങ്ങനെ കുറേ സാധനം ഉണ്ടായിരുന്നു. അടിപൊളി, എല്ലാം തീർന്നു. നല്ല അടിപൊളി മീൽസ് ആയിരുന്നു കേട്ടോ. ഇവിടുത്തെ വൈറ്റ് റൈസിന്റെ ചോറും കഴിച്ചു പോയി കിടന്നാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ ഇത്രയും കാഴ്ചകൾ കിട്ടി കിടക്കുമ്പോൾ കിടക്കലെന്ന ആഗ്രഹം ഒഴിവാക്കി കാഴ്ചകളിലേക്ക് ബ്രോ. ഈ ഇറങ്ങി ചെല്ലണ നേരെ ബീച്ചിലേക്കാട്ടോ. ഇത് താഴെ കാണുന്ന ബീച്ച് എന്നാ പൊളികളിയാ, സീൻ ലുക്ക് അല്ലേ, ഭയങ്കര വീട്, കലക്കം വീട്, നല്ല ഭയങ്കര വൃത്തിയിലണോ ആകെ. ഞങ്ങള് ഇവിടെ വിശാഖപട്ടണത്ത് നമ്മൾ ആ DQയുടെ ആ കാണല്ലേ നീലാകാശത്തിൽ കാണുന്ന ആ അന്തർവാഹിനി കപ്പലാണ് കിടക്കുന്നത്. ആ ഭാഗത്തെ കണ്ടിരുന്നിട്ട് DQ അതിനകത്ത്
ഒരു സീനില്ലേ നീലാകാശത്തിലെ, ഇതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ കറക്റ്റ് എയർക്രാഫ്റ്റ് മ്യൂസിയം ഉണ്ട്. അങ്ങോട്ട് കയറാൻ എൻട്രി എടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ. അകത്ത് കയറിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം. വീഡിയോ എടുത്തിട്ട് കാട്ടിത്തരാം. ഇതൊരു നേവിയുടെ ഫ്ലൈറ്റാണ് ഗൈസ്. ഇതിൻ്റെ ഉള്ളിലാണ്. ഇച്ചി ബുദ്ധിയുള്ളവർക്കൊക്കെ വന്നിട്ട കാര്യമുള്ളൂ. ഇത് ഇങ്ങനെ കുറെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കും. ഇതെന്നാ ഇതാണ് കോക്പിറ്റ്. അതായത് ഇത് കോക്പിറ്റിന്റെ ഒരു അകന്നാണ്. ഇതല്ലേ ബ്ലാക്ക് ബോക്സ് എന്ന് പറയും. ഈ വിമാനമൊക്കെ ക്രാഷ് ആകുമ്പോ ഈ സാധനമാണ് ഇത്. ഇത് നല്ലതാ. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. വണ്ടി ക്രാഷ് ആകുമ്പോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള യൂണിഫോംസ് ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. ഇങ്ങനെ ഒരു സംഭവം, ചെറിയ സംഭവം. ഇത് ഇതിന്റെ എഞ്ചിനാണോ? എഞ്ചിനാണത്? ഓ, ഇതാണ് ഒരു ഫ്ലൈറ്റിന്റെ എഞ്ചിനായിരിക്കണേ. എന്തൊരു കാണണ്ട അതിൻ്റെ അതേ മറ്റേ ഫാനൊക്കെ ഉണ്ടാവുന്ന സംഭവമില്ല, കറങ്ങണേ. അത് തന്നെ ഏതോ ചത്ത ഫ്ലൈറ്റിന്റെ എഞ്ചിനാണ് ഇരിക്കുന്നത്. സൂപ്പർ. പിന്നെ ഇതെന്ത് രക്ഷാപ്രവർത്തന സാധനങ്ങളോ അങ്ങനെ എന്താണ്ടൊക്കെ സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ ഇപ്പം ഇരിക്കാം. ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. ഇത് ഫ്ലൈറ്റിന്റെ ടയറാണ്. ഓ, ഇത് എന്നാ മാട്ട ലുക്കായി പോയിട്ടത്. ഇത് എന്നടാ ഇത് എന്നെ ലുക്കായി പോയി. ഇവിടെ എന്നാണ് കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെയാണ്. ഇത് ഈ നേവിയിലൊക്കെ നമ്മുടെ അണ്ടർ വാട്ടർ ടാർഗറ്റിന് വേണ്ടി യൂസ് ചെയ്യണ ബോംബില്ലേ, വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുപോയി പൊട്ടിക്കണ സാധനം. ഇവിടെ രസാട്ടോ, കുറേ ഐറ്റംസ് ഉണ്ട് ഇങ്ങനത്തെ. അപ്പുറം കുറച്ച് കയറി നമ്മളും കുറച്ച് ബോംബും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുറച്ച് അവാർഡൊക്കെ കിട്ടിയ നേവി ഓഫീസേഴ്സിനെയാണ് കട്ടിക്കണേ. രസമായിട്ട് കുറേ ഇങ്ങനെ വായിച്ച് ഒരു സ്റ്റഡി ടൂർ സെറ്റപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇച്ചിരി ടൈമൊക്കെ എടുത്ത് വായിച്ചു. ഞങ്ങളിപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ല. ഇതൊരു 3D ഫീൽ വരുന്ന സംഭവമാണ്. നല്ല രസമുണ്ട് കേട്ടോ. കണ്ടോ ഇതിങ്ങനെ ബോക്സി ആയിട്ട് ഉണ്ടാക്കി വെച്ച് വെക്കണമെന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് കർവ് ചെയ്ത് ഇതകലെ നോക്കുമ്പോൾ ഒരു 3D ഫീലല്ലേ. എനിക്കൊന്ന് ഫോണിലെ കുറച്ചുകൂടെ 3D ഫീൽ നേരിട്ട് അത്ര ഫീൽ ഇല്ലേലും. സംഭവത്തിൽ നേരെ ഇറങ്ങി ചെല്ലുന്നത് ഇതിങ്ങനെ മുകളിലേക്കുള്ള സംഭവം. ഇത് എയറോ ബ്രിഡ്ജാണ്, ഫ്ലൈറ്റിലേക്ക് കയറണേ. അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റണ സംവിധാനമുണ്ട്. കയറി അകത്ത് കണ്ടിറങ്ങാം. നമ്മൾ കണ്ട എയറോ ബ്രിഡ്ജിൻ്റെ അകത്തു കൂടി നടന്ന് കയറിയാണ് ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ എന്താ സംഭവം. നേവിയുടെ ചുമ്മാ ഫ്ലൈറ്റിൻ്റെ അല്ല, നേവിയുടെ ഫ്ലൈറ്റിൻ്റെ അകത്തെ കാര്യങ്ങൾ. ഇത് എന്നതാ ഹാലിൻ്റെ അകത്തെ ഡോണ്ട് ടച്ച് റെഡ് പെയിന്റ്. ഇതെന്തൊക്കെയോ സാധനങ്ങളാണ് ഗൈസ്. എൻ്റെ അള്ളാ, ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ അംഗങ്ങൾ. ബോംബ് സാധനമൊക്കെ ഇതിൻ്റെ അകത്ത്. ഇതെനിക്ക് തോന്നണേ വേറെ എവിടെയോ ഫിക്സ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ പുറത്തേക്ക് കുറച്ച് കാണാൻ പാകത്തിന് മാറ്റി വെച്ചാണെന്ന് സംശയമുണ്ട്. ഇത് ഈ ബോംബൊക്കെ അല്ലേ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു മ്യൂസിയം അല്ലേ, ഒറിജിനൽ. അതിൻ്റെ ഉള്ളിൽ ഇതിന് കുറച്ച് എന്തായാലും വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ടാവും. കാണാൻ പാകത്തിന് കുറേയൊക്കെ പുറത്തേക്ക് ഇറക്കി വെച്ചാൽ അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. എന്തായാലും ഇതൊക്കെയാണ് ബേസിക്കലി ഇതിൻ്റെ അകത്തെ അവസ്ഥകൾ. ഫൈനലി നമ്മൾ ഇതന്നെ കോക്പിറ്റ് ഇങ്ങോട്ട് ഇരിഞ്ഞാണോ ഓടി തന്നെ ചേടേരി. ഇത് അനങ്ങനെ കിടന്ന ഞാൻ നേരെ ഇതൊരു താഴ്ത്തോട് കയ്യും കാലും കൂടി അല്ലുള്ളൂ കൂടിയതാ. ഇതിലൂടി നേരെ എസ്കേപ്പോ. ഇതൊക്കെയാണ് ഇത് ഊടുപാട് അങ്ങോട്ട് കൂടി തിരിഞ്ഞ് വണ്ടി ഓടിക്കണോ? ഇതാണ് ശരിക്കും കോക്പിറ്റ്. ഓ സോറി ഗൈസ്, ഇത് തുറക്കാൻ പറ്റില്ല അല്ലേ. ഇതാണ് ശരിക്കും കോക്പിറ്റ്. ഇതൊക്കെ ഓരോരോ ഡ്യൂട്ടികളിൽ അറ്റ് ദ സെയിം ടൈം വർക്ക് ചെയ്യണവരായിരിക്കും അല്ലേ. കാരണം ഇത് ചുമ്മാ ഓടിച്ചോണ്ട് കൊണ്ട് ആളെ ഇറക്കി വിടുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമല്ലല്ലോ ഉള്ളത്. ഇത് ചിലപ്പോൾ അങ്ങനെ ഇരിക്കും. ഇത് രണ്ടുപേര് നോർമലി ഉള്ളവര് ഡ്രൈവ് ചെയ്യാനും ബാക്കിയുള്ളവര് ഇതിൻ്റെ അകത്ത് വേറെ കുറെ കാര്യങ്ങൾ നോക്കാനില്ലേ. എന്താ മിസൈൽ വിടണം, അങ്ങനത്തെ ഒരു പണികളുണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെ കുറെ കൺട്രോൾസും കാര്യങ്ങളുണ്ട്.
അതിൻ്റെയൊക്കെ സെറ്റിങ്ങുകളൊക്കെ വേറെ സ്ഥലത്തോടെ നടക്കണം. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഈ ഫ്ലൈറ്റ് ഓടണമെങ്കിൽ 2 ആൾ മാത്രം പോരാ, കുറേ ജീവനക്കാർ വേണം ഇതിൻ്റെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് നടക്കണമെങ്കിൽ. ഇതേ നമ്മളവിടെ കണ്ട മറ്റേ ബോക്സ്. നമ്മളിപ്പോൾ എയർക്രാഫ്റ്റിൻ്റെ മ്യൂസിയം ഉണ്ടല്ലോ കണ്ടു. ദെൻ നമ്മൾ മറ്റേ സബ്മറൈനില്ലേ നമ്മളാ നീലാകാശത്തിലൊക്കെ കണ്ടേ അന്തസാധനത്തിൻ്റെ ഉള്ളിൽ കയറാനുള്ള പരിപാടിയാണ്. അതിൻ്റെ ഉള്ളിൽ കയറാൻ ആ ഭാഗത്താണ് ടിക്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പം ആ ടിക്കറ്റ് മേടിച്ച് നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി എന്താണ് ഹാല് എന്നറിയാം. ഓക്കെ, റോഡ് ക്രോസ് ചെയ്യണം ഗൈസ്. ഇത് ഇവിടെ അപ്പുറം കയറില്ലേ, ഇത് അവിടെയാണ് ടിക്കറ്റ് എന്നാണ് പറഞ്ഞേട്ടെ. നോക്കട്ടെ. ഓക്കെ, ആ കിടക്കണാണ് അന്തർവാഹിനി. അതാണ് ടിക്കറ്റ് എടുക്കണേ. ടിക്കറ്റ് എടുക്കുക. എത്ര രൂപ ടിക്കറ്റ്? ടിക്കറ്റ് എത്ര? 100 ഒരാൾക്ക്. സോ 400 രൂപയുള്ളൂ 4 പേർക്ക് കയറാൻ. 100 രൂപ ടിക്കറ്റ് ഉള്ളൂ കേട്ടോ, വലിയ ചാർജൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് കാണാൻ നോക്കാം നമുക്ക്. ഗൈസ്, ഇതാണ് നമ്മൾ പറഞ്ഞ സബ്മറൈൻ്റെ അടിഭാഗമാണ്. ഏതോ യുദ്ധത്തിലൊക്കെ പാകിസ്ഥാനായിട്ട് ഏതോ യുദ്ധത്തിലോ അങ്ങോട്ടൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞേട്ടെ. ഇത് അതിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ കണ്ട് ഇവിടെ കയറ്റിയിട്ടേക്കണേന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര വലിയ സാധനമാണ്. സൈഡ് മാത്രം ജസ്റ്റ് അടിപൊളി. ഇത് മതിയായ ഭയങ്കരമായിട്ട് അടി കണ്ടോ. ഇനി ദൂരെ വരെ കിടക്കണ്ടേ ഇതിൻ്റെ ലെങ്ത്ത്. സോ മാസീവ്. ഇതിൻ്റെ അകത്തേക്ക് കയറാനുള്ള സെറ്റപ്പ് ഉണ്ട്. ജസ്റ്റ് നോക്കാം എന്തൊക്കെ കാണാമെന്ന്. ഇതാണ് ഇതിൻ്റെ അകത്തെ അവസ്ഥ. ഞാൻ അവിടെ താളിക്കണേന്ന് കരുതിയത്. എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഇന്നത് പറയുന്നുണ്ട് ഗൈസ്. നൈസ് കേട്ടോ. ഇത് മിസൈലാണ് ഇരിക്കണേ. ഇത് മിസൈലാണോ? ഇതൊക്കെ മിസൈലാന്ന് തോന്നുന്നു ഗൈസ്. ഇതേ ഇരിക്കണ റെഡ് സാധനം മിസൈലാണ്. വാശിയാണ് സ്ഥലം. അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെയാണ് അവിടെ കാണണേ. ഇവിടെ ഒരു ഓഫീസറിൻ്റെ പോലൊരു പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിവിടെ വേറെ ഒന്ന്. ഇതൊക്കെ എന്തൊക്കെയോ ഡ്യൂട്ടികൾ ചെയ്യാനുള്ള ആളുകൾ ഇരിക്കുന്ന സ്പേസ് കേട്ടോ. ഇതിവിടെ ഉറങ്ങണേ. ഓ, ഇതാണ് സംഭവം അല്ലേ. ഇത് റെസ്റ്റ് ചെയ്യണ സ്ഥലമാണിത്. ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യണ ആളുകൾ. എനിക്ക് തോന്നുന്നു ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഷിഫ്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കും ഉറക്കം മിക്കവാറും. ഇതൊക്കെ അതിനുള്ള സ്ഥലം. ഇത് 1 2 3 ഈ റൂമിൽ തന്നെ 3 പേർക്ക് കിടക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇത് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ്. ഇതിൻ്റെ അകത്തെ സ്പേഷ്യസ് ആണ് സാധനം. നിങ്ങൾ ഇത് പക്ഷേ ഇതിൻ്റെ അകത്തോടെ നടക്കുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ചിലരത്തൊക്കെ കുഴിഞ്ഞൊക്കെ പോകണം. അങ്ങനെ ഒരു കൺജഷനൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ എന്നാലും എല്ലാത്തിനുള്ള സൗകര്യം ഇതിൻ്റെ അകത്തുണ്ട്. അതെ, ഇവിടെ വേറൊരു ഓഫീസർ. ഇത് ടോയ്ലറ്റാണ് ഗൈസ് ഇവിടുത്തെ. ഇത് ഒരുപാട് സാധനം ഉണ്ടല്ലേ. ഇത് കളി ഇതെന്റെ സംഭവം ഉണ്ടത്. വിമാനല്ല ഇത്. എന്ത് ഇരിക്കണേ ഒരു വഴിയുണ്ടോ? ഇതൊക്കെ എന്തിനൊക്കെയോ ഉപയോഗിക്കുന്ന കുറെ സാധനങ്ങളാണ് ഗൈസ്. ഓ, ഇതിന്റെ ഒരു മെക്കാനിസം തന്നെ ആയിരിക്കും അല്ലേ. തലവേന എടുക്കില്ല പഠിക്കുമ്പോഴത്. ഇതൊരു വയറൊക്കെ മാറി കുത്തണം, വിറ്റായിരിക്കും. അതെ, വല്ല ഡിപ്രഷനിലൊക്കെ ഇരിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ എന്നെ ചെയ്യും. ഞാൻ ഉണ്ടായിരുന്നു. അടിപൊളി ക്ലോസറ്റ്. ഇതെന്നാ ഇത് എന്തോ അങ്ങനെ എന്തോ സെറ്റപ്പ് ഒക്കെ എവിടെ ഇതുണ്ടല്ലേ റേഡിയോ റിസീവർ. ഇതിനകത്തുനിന്നൊക്കെ ആയിരിക്കും ലാൻഡായിട്ട് കണക്ട് ചെയ്യണേ അല്ലേ. സോ ദാറ്റ്സ് ദ തിങ് ബ്രോ. കോപ്പി ദാറ്റ് മറ്റേ ഇത് മേജർ രവി ടൈഗർ കോബ്ര.
അല്ല ഇത് എന്റെ അമ്മ ഇത് ഐറ്റം ഇത് തുറക്കാൻ പറ്റില്ല, തുറക്കാൻ പറ്റില്ല. പക്ഷേ ഇത് അടിയനെ നോക്കി. മറ്റേ മായാവി ഗുഹ കർണാഗിരിയിലെ ഇത് ഇതിന്റെ അകത്ത് അണ്ടർ വാട്ടർ ഡൈവിങ്ങിനുള്ള എന്താണ് സൗകര്യം ഗൈസ്. ഇത്രയും ഡ്രസ്സപ്പ് ചെയ്തൊക്കെ ആയിരിക്കും ഇവർ ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ച് ഇറങ്ങണ. ഇതൊക്കെ മലമ്പാമ്പ് അതിലാലും ഇരിക്കണം ഇതിൻ്റെ അകത്തെ ഹോസൊക്കെ. ഇത് അടിപൊളിയുടെ സംഭവം അടിപൊളിയുടെ. ഓ ഇവിടെ കുക്ക് ചെയ്യണ ആള്, ഇയാൾ ശരിക്കും ആർമിക്കാരനായിരിക്കുമോ? ഐ മീൻ നേവിക്കാരനായിരിക്കും. അത് പുറത്ത് കുക്കറായിരിക്കും. ഇന്നസെന്റ് തന്നെ പറയാ. ഇത് ശരിക്കും ഇത്ര സാധനം ഉണ്ടേ. ഇത് കംപ്ലീറ്റ് ഇതിനകത്തൊരു 80% ഇങ്ങനത്തെ സംവിധാനം തോന്നൂല്ലേ? 90% ഇങ്ങനത്തെ സാധനം. ഇത് എന്നാലും ഇതിന്റെ ഒരു എഞ്ചിനീയറിംഗ് തന്നെ സെറ്റപ്പ് ആയിരിക്കുമല്ലേ? പൊളി കേട്ടോ, അടിപൊളി. ഇതൊക്കെ അല്ല എന്നാലും ഇതാ ഉണ്ടാക്കണ ഒരു ആളുടെ ഒരു കേപ്പബിലിറ്റി ഒന്ന് ആലോചിക്കും. ഒരാളല്ല കുറെ പേരിട്ടായിരിക്കും. അത് തന്നെ. നമ്മളൊക്കെ ശരിക്കും ഇതിനെപ്പറ്റി പറയാൻ തുടങ്ങിയ മണ്ടത്തരം നമുക്ക് പറയാൻ പറ്റും. കാരണം വലിയ ഗ്രാഹില്ലാത്തോണ്ട്. ഇതിന്റെ ഫ്യൂൽ കൺട്രോളിംഗ് സിസ്റ്റം ഒക്കെ ആയിരിക്കാം, അതൊക്കെ അറിയാം. ഇതന്നെ മയ്യത്ത് സന്തോക്കാണിത്. ഇത് എന്തൊക്കെയോ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട് കൈസ് ഇവിടെ. ഇതല്ല മെയിൻ എഞ്ചിൻ. പിസ്റ്റണാണ് ഇരിക്കണേ എപ്പടി. അതേ തോന്നുന്നു. ഇതെങ്ങാണ്ട് ഇതിന്റെ എഞ്ചിന്റെ എന്തോ മസ്റ്റ് മെയിൻ ഐറ്റം എന്തൊക്കെയാണ് ഗൈസ്. ഡീസൽ എഞ്ചിനാണോ? ഇതാണ് ഡീസലാണോ? അപ്പേ ഡീസലൊന്നും അല്ല, വേറെന്തായാലും മറ്റേ ഇതിനകത്തല്ലേ പറഞ്ഞത്. എന്നാ അതിന്റെ പേര്? ചിലപ്പോൾ പല ടൈപ്പ് ഉണ്ടാവും. പക്ഷെ ഇപ്പോഴത്തെ പുതിയ ഷിപ്പുകൾ ഫുള്ള് ന്യൂക്ലിയർ അതിന് ആ സെറ്റപ്പിലല്ല ഓർമ്മത്. ന്യൂക്ലിയർ സിസ്റ്റത്തിലെ കണ്ട ഇപ്പോഴത്തെ ഷിപ്പുകളെ കുറെ ഓർമ്മ. അങ്ങനെ കണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, റബ്ബിനറിയാം. അങ്ങനത്തെ സിസ്റ്റത്തിലടാ മറ്റേ സാധനം ഇല്ലാതെ അത് കുറച്ചങ്ങാണ്ട് മതി, കുറേ നാളത്തേക്കുള്ള ഫ്യൂലായി. അങ്ങനെ സെറ്റപ്പ് ഉണ്ട്. അങ്ങനെ എന്തോ മറ്റേ ആണവ വികിരണം ഇല്ലേ, അതുവഴി ഇപ്പോഴത്തെ ഷിപ്പുകളൊക്കെ കൂടുതൽ ഓടണത്. അപ്പൊ അതാകുമ്പോ അതിനൊരു ചുമ ഫ്യൂല് ഇറച്ചുകൊണ്ടിരിക്കണ്ട. കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ കുറേ നാളത്തേക്ക് അതിന്റെ ഫ്യൂലുണ്ട്, മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ നിൽക്കുന്നതാണ്. അങ്ങനത്തെ സിസ്റ്റം. ഇതപ്പോ പണ്ടത്തെ സിസ്റ്റം ആയിരിക്കും എന്തെങ്കിലും. ഇതൊരു ലോഡുണ്ടോ? ഇത് നല്ല ലെങ്തിലുണ്ടോ? ഫ്ലൈറ്റിന്റെ അതിലാണോ? ഇതിങ്ങനെ കുറെ സെയിം സംഭവങ്ങളാണ്. നിങ്ങളെ ബോറടിപ്പിക്കുമെന്ന് തോന്നുവാണെങ്കിൽ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യും കേട്ടോ. ഇതിവിടെ മറ്റൊരു സംഭവമില്ലേ, നമ്മൾ ഈ സിനിമകളിലൊക്കെ ആണല്ലേ മുകളിലേക്ക് ഇങ്ങനെ ഇതിനകത്തോടെ കയറി മുകളിലേക്ക് കയറിച്ചില്ല. ഇത് എക്സ്ട്രാവേർട്ട് ആണോ? ഇതിന്റെ അകത്ത് എന്റെ ഗസ്റ്റ് ആരാ? വല്ല മീനും വന്നാലുള്ളൂ. തീർന്നോ? ഇവിടെ വീണ്ടും മിസൈൽ ഗൈസ്. ഫുള്ള് മിസൈലാണ് ഇതിന്റെ അകത്ത്. ഇത് ഈ കുറച്ചൊക്കെ കംപ്ലീറ്റ് ഇത് കസ്റ്റമൈസ് ചെയ്തേക്കണം കേട്ടോ, നമുക്ക് AC സെറ്റപ്പ് ഒക്കെ കിട്ടാൻ വേണ്ടി. അങ്ങനെ എന്തൊക്കെയോ സംവിധാനങ്ങളൊക്കെയാണിത്. ഇത് ഫുൾ AC. ഇത് ഫുൾ AC. ഇങ്ങനെ കുറേ ഉണ്ട്, എല്ലായിടത്തോടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഫുള്ള് തണുപ്പൊക്കെ ഉണ്ട്, ചൂടും ചെയ്യാനൊന്നുമില്ല. ഫൈനലി ഇതിൻ്റെ അകത്ത് നിന്നും അതിലൂടെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ ടർബൈനും കാര്യങ്ങളൊക്കെയാണ്, മറ്റേ കറങ്ങണ സംഭവമില്ലേ വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ. ഇത് ഭയങ്കര സംഭവം. ഇതാണ് ഏറ്റവും വലിയ ടർബൈൻ തോന്നുന്നു. അല്ല എല്ലാം ഒരേ സൈസാന്ന് തോന്നുന്നു കേട്ടോ. സോറി. ഇതല്ല തിരിക്കണം. അപ്പോൾ ഓക്കെ. ഇതില്ലേ ഈ ഫിഷിന്റെ ഒക്കെ വാലില്ല, അതിന്റെ ഒരു എഫക്റ്റ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാണ് ഇതിന്റെ ഡയറക്ഷൻ നമ്മൾ തിരിക്കുകയൊക്കെ ചെയ്യണേ. അത് ബ്രേക്ക് ചെയ്യണാണോ? ഇതിന്റെ ഒപ്പം കടങ്ങനെയാണോ? കാരണം ഫ്ലൈറ്റിന്റെ വെച്ചാൽ ഞാൻ പറഞ്ഞു, ഫ്ലൈറ്റ് ആകുമ്പോൾ എയറിന്റെ സെറ്റപ്പിലല്ലോ അത് ബ്രേക്കിങ്ങിന് യൂസ് ചെയ്യും. ഇങ്ങനത്തെ എന്താ പറയണേ സംഭവങ്ങൾ. ഇതൊക്കെ ഇത് ഓടാനും തിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യണ കുറേ സംഭവങ്ങളാണ്. ഇത് ജസ്റ്റ് ഇത് ഏറ്റവും ടോപ്പ് ബാക്കിലാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റില്ല, അത്രയും ദൂരത്തിലാണ് കിടക്കണത്. ഇത് ഒരു 100 മീറ്റർ നീളം ഉണ്ടോ ഇതിന്? 100 മീറ്റർ നീളമില്ല, ആവറേജ് 100ൻ്റെ അടുത്തുണ്ട് എന്തായാലും. ഒരു 80, 85, 90 മീറ്റർ അടുത്ത് എന്തായാലും ഇതിന് ലെങ്ത് ഉണ്ട് കാഴ്ചയിൽ. അതായത് ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ ലെങ്ത്തിൻ്റെ ഒക്കെയും ഏകദേശം ഒരു 10 മീറ്റർ വരെ കുറവുണ്ടാവുള്ളൂ. അല്ലടാ, അത്രയും ലെങ്ത് അല്ലേ? അത്ര ബൃഹത്തായ സംഭവം കേട്ടോ. ഇത് കേസ് ഒന്ന് കാണണമല്ല കേട്ടോ.
ഭയങ്കര രസമാണ്. ഈ നമ്മളീ യുദ്ധം നേവി മറ്റോ മറിച്ചൊന്നൊക്കെ കേട്ട് പരിചയമുള്ളൂ. ഇത് ജസ്റ്റ് വന്ന് കണ്ടു നോക്കുമ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ അകത്ത് എന്നൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലെങ്കിലും ഒരു ചെറിയൊരു സംഭവമൊക്കെ മനസ്സിലാക്കി അടിപൊളിയാണ് ഇടയ്ക്കൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ. ഐ മീൻ ഒരു പ്രാവശ്യം വി ഗോട്ട് ദാറ്റ് ക്ലാസിക് വ്യൂ. നീലാകാശത്തിൽ എന്താ ഡിക്യും സണ്ണി വെയിനോട് നടക്കണ അന്തസ്ഥലം. ആ വ്യൂ നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അടിപൊളി കേട്ടോ അല്ലേ. നമ്മളാ സിനിമയിൽ കണ്ട സെയിം വ്യൂ നമ്മളിങ്ങനെ നേരിട്ട് കാണുകയാണ്. അടിപൊളിയുണ്ട്, നല്ല രസമുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ലെങ്ത് ഒക്കെ ഓൾമോസ്റ്റ് നമുക്ക് മനസ്സിലാവും കേട്ടോ. നല്ല ലെങ്ത്തിലാണ് സംഭവം കിടക്കുന്നത്. ഇത്രയും വലിയ സംഭവം ഇതിന് എനിക്ക് തോന്നുന്നത് ഇത് ഫുള്ള് നമ്മളെ കാണിച്ചിട്ടില്ല. ഇതിപ്പോൾ ഞങ്ങൾ കയറി കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു സെൻറ്റർ വരെ കണ്ട് നമ്മൾ കണ്ടിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി ബാക്കോട്ടേക്കൊന്നും ഇത്ര ഏരിയ ഒന്നും കയറ്റിയിട്ടില്ലാന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. കാരണം ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇറങ്ങി പോയത്. ഇത്ര ഏരിയക്ക് ഇനിയും കിടക്കുമെന്നാണ് പറയുക. ഇതാന്ന് തോന്നുന്നു ഏറ്റവും ഇതൊക്കെ കൂടുതൽ അടിയിലേക്കൊക്കെ പോയാലൊക്കെ ആയിരിക്കും. കാരണം ഈ ടർബൈനും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ, അങ്ങോട്ടേക്ക് ആയിരിക്കും. അങ്ങോട്ടൊന്നും കടത്തി വിട്ടില്ല. അടിയിലേക്ക് അല്ലെങ്കിലും ഇറക്കി വിട്ടിട്ടില്ല. ഒരുപാട് പലയിടത്തുനിന്നും ഗ്ലാസ് ഒക്കെ ആയിട്ട് കാണാൻ പറ്റും. ഈ ലെവലിലാണ് നമ്മൾ നടന്നു പോയത് ഏകദേശം. ഇതിൻ്റെ അടിയിലൊരു ലെവലുണ്ട്, അങ്ങോട്ടേക്ക് നമ്മൾ ഇറക്കി വിട്ടിട്ടില്ല ശരിക്കും. അങ്ങനെ ഗൈസ് നമ്മുടെ നീലാകാശത്തിലെ സബ്മറൈനെ ബാക്കിലാക്കിക്കൊണ്ട് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീണ്ടും ലണ്ടൻ ബസ് വന്ന് ഗൈസ്. ലണ്ടൻ ബസ് ഇതെനിക്ക് തോന്നുന്നു സൈറ്റ് സീയിങ്ങിനും ഉണ്ട് കിടക്കണേന്ന് തോന്നുന്നു അല്ലേ ടോപ്പിലെത്തി. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. അത് ഇനി ഇവിടുത്തെ നോർമൽ ട്രാൻസ്പോർട്ടിങ് ബസ് ആണോ എന്ന് നമുക്കറിയില്ല. കുറിച്ചും പറഞ്ഞില്ലായിരുന്നോ ആ സബ്മറൈനില്ലേ, ആ സബ്മറൈൻ 1971 പാകിസ്ഥാനായിട്ട് ഒരു വാർ നടന്നില്ലായിരുന്നു. ആ വാറിനകത്ത് പങ്കെടുത്ത മറൈനാണ് ആ കാണുന്ന മറൈൻ, സബ്മറൈൻ. അപ്പം അതിൻ്റെ 1971 ഒരു വിക്ടറി മോണ്യുമെൻ്റൊക്കെ നമുക്ക് ഇവിടെ അകലെ കാണാൻ പറ്റും. ഇത് അന്നത്തെ യുദ്ധത്തിൻ്റെ വിജയത്തിന് ശേഷം ഉണ്ടാക്കി വന്നതാണ് നമ്മുടെ വിക്ടറി മോണ്യുമെൻ്റായിട്ട്. ഗൈസ് നമ്മളിവിടെ ലിറ്റിൽ ബ്രസീലിലെത്തിയേക്കാണ് ഗൈസ്. ബ്രസീൽ പോലെ ബ്രസീലിലെ ചേരികളൊക്കെ ഇല്ലേ, അതിനകത്തൊക്കെ ഇങ്ങനെ ഈ എന്താ പറയുക ചെറിയ ചെറിയ മലകളിലേക്കൊക്കെ ഇങ്ങനെ കയറി കിടക്കും ബിൽഡിങ്സ് ഒക്കെ. അതുപോലെ ഈ ഏരിയയിൽ ഒരുപാടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഒരു കാണുന്ന ഒരു കമ്പനിയിൽ അത് സ്റ്റീൽ ഉണ്ടാക്കണതാണ്. സ്റ്റീല് മാനുഫാക്ചർ ചെയ്യണ കമ്പനികളായിരുന്നു ആ കണ്ടത്. ഭയങ്കര രസമാണ്. നമ്മളെ ബീച്ചിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതൊക്കെ സ്റ്റീലിൻ്റെ കമ്പനീസാണെന്ന് എനിക്ക് തോന്നണം കേട്ടോ കണ്ടിട്ട്. അതിന് RK ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ എങ്ങോട്ടാ പോണത്? ഡോൾഫിനോസ് ബീച്ചിലേക്ക്. ബീച്ചല്ലല്ലോ അത് ശരിക്കും, ഒരു പഴയ ലൈറ്റ് ഹൗസിൻ്റെ ഒക്കെ ലൈറ്റ് ഹൗസ് ഒക്കെ ഇരിക്കുന്ന ഒരു ക്ലിഫ് മാതിരിയുള്ള സ്ഥലം. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ പോർട്ടിൻ്റെ ഒക്കെ ഒരു ഔട്ട് വ്യൂ കിട്ടുന്നതൊക്കെ പറഞ്ഞിട്ട് നല്ല ഫോട്ടോസൊക്കെ കിട്ടുമായിരിക്കും. സോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ സംതിങ് ഉണ്ട്. ഇവിടെ അടിപൊളി റോഡൊക്കെ കേട്ടോ, നല്ല പൂവൊക്കെ നട്ട് സീൻ റോഡ് അടിപൊളി. ഞാൻ മടുത്തു ഞങ്ങളുടെ സ്പൾബറിന്റെ ഡ്യൂട്ടി എടുക്കണ പുള്ളിയാണ് ഗൈസ്. നമ്മുടെ വണ്ടി ഓടിക്കുന്നതിലൊരു 70%-75% ഞങ്ങളുടെ ഇദ്രീസ് ജൂനിയർ ആണ് ഓടിച്ചോണ്ടിരിക്കുന്നത്. അല്ല ഇല്ല 75 90 എടുത്തോ നീ ഫുള്ള് ഓടിച്ചോ. 5% ഷാവലോ? അതേതോ ഷാവല് ഉറങ്ങും കിടന്നു. ഒഡീഷ ഫുള്ള് ഷാവൽ എടുക്കാം. ഞങ്ങളുടെ ഇതന്നെ ഇത് കംപ്ലീറ്റ് ഓയിലാണ് ഗൈസ്. ഭാരത് പെട്രോളിയത്തിന്റെ ടാങ്കറുകളാണ് ഗൈസ് ഇവിടെ കിടക്കുന്നത്. ഇതിന്റെ ആ മതിലിന്റെ അപ്പുറത്ത് കുറേ ഏരിയയിൽ പാർക്കിങ്ങുകളാണ്. ഇതെന്ന് വെച്ചാൽ നല്ല ലെങ്ത്തിന് ഞങ്ങൾ രാത്രി ഇന്നലെ ഒന്ന് പോകണ്ടേ, നല്ല ലെങ്ത്തിൽ ഫുൾ പാർക്കിങ്ങുകൾ കുറേ കിടക്കുന്നുണ്ട്. പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട് പഴയൊരു ഫ്രണ്ട് ഇവിടെ അല്ല കേട്ടോ, അപ്പുറം ഇപ്പുറമൊക്കെ കുറെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് കണ്ടെയ്നറുകൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വണ്ടികളുടെ പാർക്കിങ്ങുകളും കാര്യങ്ങളുമായിട്ടാണ് അന്തപ്പക്കം യൂസ് ചെയ്യുന്നത്. ഇവിടെ വലിയ വണ്ടിയൊന്നും കയറ്റില്ല എന്ന് തോന്നുന്നു. പിന്നെ അല്ല ഇതിലും വലിയ ആ ഹൈറ്റിലും വലിയ വണ്ടികൾ കയറ്റില്ല. അതുകൊണ്ടല്ലേ മുകളിൽ ക്രോസ് ചെയ്യണം. പൊട്ടാ വെളിവില്ല അല്ലേ? അത് കുഴപ്പമില്ല, ഞാൻ ഉണ്ടല്ലോ അഡ്ജസ്റ്റ് ചെയ്യാം.
ഇതൊക്കെ കംപ്ലീറ്റ് റെയിൽവേ ക്രോസുകൾ ഇതൊക്കെ ഉണ്ടോ. പക്ഷെ ഇവിടെ ഒന്നും എനിക്ക് തോന്നുന്നു നമ്മള് ട്രെയിൻ ഉണ്ട്. ട്രെയിൻ ഇല്ലാന്ന്. ട്രെയിൻ അല്ലെങ്കിൽ കാഴ്ചയിൽ കുറവാട്ടോ. ഉണ്ട്, അപൂർവമായിട്ടുണ്ട്. അപൂർവമല്ല, ഈ ഏരിയയിൽ കുറവാന്നുള്ളൂ. അതിന് ഗുഡ്സ് കയറ്റാൻ വേണ്ടി തന്നെ ട്രെയിനുകളാ. ഇതിന്റെ അകത്തേക്ക് എന്താ വെച്ചാൽ ഈ പോർട്ടിന്റെ അകത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറെ ട്രെയിൻ സർവീസുകൾ നിലവിലുണ്ട്. പക്ഷെ ആളുകളൊന്നും കയറിപ്പോണ പാസഞ്ചർ ട്രെയിൻസ് അങ്ങനെ അധികം ഇല്ലാന്ന് പറയുന്നത്. അതായത് ഫുള്ളി സാധനങ്ങൾ ക്യാരി ചെയ്തുകൊണ്ടാകാൻ പറ്റിയ ട്രെയിനുകൾ മാത്രം ഈ ഏരിയയിലേക്ക് അടുപ്പിക്കണമെന്ന് തോന്നുന്നു. അതല്ലാതെ പാസഞ്ചർ ട്രെയിനിന്റെ ഏരിയ ഉണ്ട് വേറെ. അതല്ലാണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ഉള്ളിലേക്ക് കണ്ട ഇതൊക്കെ ഉണ്ടോ, കുറേ റെയിൽവേ സംവിധാനങ്ങളുണ്ട് ഇതിനകത്ത്. ഈ ഇൻഡസ്ട്രിയൽ സംഭവങ്ങളിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഉള്ള ഇത് ഇന്ത്യയുടെ കൊടി അവിടെ പാറുന്നു ഗൈസ്. ചക്കതേ ഓ ചക്കതേ ഇന്ത്യ. കൊടി മറഞ്ഞല്ലോ. ഫൈനലി നമ്മൾ ആ കണ്ടെയ്നർ ട്രെയിനറും കണ്ടിരിക്കുകയാണ്. വേർ ഇസ് ദ കണ്ടെയ്നർ ട്രെയിൻ? ഹിയർ ഇറ്റ് ഈസ്. ഓ വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂ ബ്രോ. കൽക്കനിയാണോ വേറെന്താണോ? നല്ല ഷെല്ലേ. ഇത് ഫുള്ള് കണ്ടെയ്നേഴ്സ് എന്ന് വെച്ചാൽ എന്താ പറയുക, ഗുഡ്സ് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായിട്ടുള്ള ട്രെയിനുകളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫുള്ള് ഇൻഡസ്ട്രിയൽ ഏരിയ കാണണേ. ഫുള്ള് ഇങ്ങോട്ടേക്ക് മാത്രം ഇങ്ങനത്തെ ട്രെയിൻസ് മാത്രമേ ഇങ്ങോട്ട് യൂസ് ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യണം, ചുമ്മാ ജസ്റ്റ് വാച്ച് ചെയ്തിട്ട് പോവല്ലോ നമ്മുടെ ചാനൽസ്. സോ നമ്മുടെ ചാനൽ വ്യൂ ഇനിയും ഒരുപാട് എന്താ പറയണേ കാഴ്ചകളുമായിട്ട് ഞങ്ങളെപ്പോഴും കൂടെ ഉണ്ടാകും. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് എന്താ പറയുക ലൈക്കും ഷെയറും കമൻറ്റും മാങ്ങാത്തലിയൊക്കെ ഇട്ടെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനിയും ട്രിപ്പുകൾ വളരെ ഊർജിതമായി പോയി ഒരുപാട് കാഴ്ചകൾ കാണിച്ചു തരുന്നതാണ്. സോ ഇത് HPD ആണോ? അത് HP ആട്ടോ. ഹിന്ദുസ്ഥാൻ പെട്രോളിയത്തിന്റെ റിഫൈനറി ആണ് ഈ കാണുന്നത് ഗോയ്സ്. ഇതൊക്കെ കംപ്ലീറ്റ്. സോ അമ്യൂസ്മെന്റ് പാർക്കല്ല, അത് പെട്രോൾ ഒഴുകുന്ന സ്ഥലമാണ്. മുകളിലുണ്ടാക്കിട്ട് താഴോട്ട് ഒഴുകുന്നത് എന്നാണ്ടൊക്കെ സംഭവമാണ് ഗൈസ്. ഞങ്ങള് കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവരാരും ഇല്ല, അപ്പൊ അതുകൊണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല ഇതിനെ പറ്റി. ഇത് എന്താണത്, എന്താണെന്നാലും ഇത് തന്നെ സംഭവം എന്ന് അറിയാവുന്ന വലിയ എഞ്ചിനീയേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബിലോ ബ്രോ. അതും എന്താന്ന് കമന്റ് ചെയ്ത് തരാം കേട്ടോ. ആക്ച്വലി ചുമ്മാ കാണാന്നുള്ളൂ ഇതൊക്കെ. ഇതെന്താ സംഭവം? ഇതെന്താ പൈപ്പ് ലൈൻ ആണ്? പൈപ്പ് അല്ലല്ലോ, വേറെ എന്താ സംഭവം അല്ലേ? നീ ഒരു എഞ്ചിനീയർ അല്ലേ? പക്ഷെ ഇതല്ല അല്ലേ, സിവിൽ അല്ലേ? എന്തോ സാധനം. ഈ കൺവെയർ എന്ന് വെച്ചാൽ അങ്ങനെ ഇതൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇവിടെ. എന്താണെന്നറിയാണ്ട് കുറെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് പോകാം ഗൈസ്. എന്തായാലും നല്ല വിജലംബിച്ച കാഴ്ചകളാണ് ഫുള്ള്. ഇത് ഇവിടെയൊക്കെ അവസാനം നടക്കണ്ട് മോളിൽ കൂടെ. ഓക്കെ അത് തന്നെ. INS വിക്രാന്താണോ? INS എന്നാണ്ടൊക്കെ സംഭവം. ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ഫോഴ്സോ എന്നാണ്ടൊക്കെ സാധനങ്ങളൊക്കെയാണ്. INS ഉണ്ടായിരുന്നു സംഭവം. മറ്റേ വിക്രാന്ത് മറ്റേ ഇതല്ലേ, അന്തർവാഹിനി അല്ലേ? അല്ല, വിമാനവാഹിനി അല്ലേ അതിന്റെ പേരല്ലേ അത്? അതൊക്കെ കപ്പലുകൾ. അപ്പൊ നേവി സെറ്റപ്പ് എന്താ സംഭവം അത്? അങ്ങനെ എന്തോ ഇവിടെ കംപ്ലീറ്റ് നേവിയുടെ കുറെ സ്ഥാപനങ്ങൾ. ഇത് എന്തോ സ്ഥാപനം നേവിയുടെ. അതെ, ഇത് വേറെ നേവിയുടെ സ്ഥാപനം. എന്താണെന്ന് ചോദിക്കില്ല, എന്തൊക്കെയോ ആണ്. ഇതിവിടെ നിർത്തി വായിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതിനുള്ള. അതെ, എഞ്ചിനീയർ സർവീസ്. അതെ, ഈ മിലിറ്ററിയുടെ എന്നാ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ അവരൊക്കെ ആയിരിക്കുമല്ലോ ഫുള്ള് ഡിസൈനും കാര്യങ്ങളും. അങ്ങനെയാണോ ഒരുപാട്? അതാണ്. സോ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണ ഈ വ്ളോഗ് അത്യാവശ്യം ലെങ്തി ആണോ എന്നൊരു സംശയം തോന്നുന്നുണ്ട്. സോ ഇതിവിടെ ഞാൻ കട്ടാക്കിയിട്ട് അടുത്തൊരു വ്ളോഗായിട്ട് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷൻ കാട്ടിത്തരുന്നതാണ്. ഓക്കെ, അതുവരെ ബൈ.